വെൽക്കം ബാക്ക് ടു ഷിനൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സാധാരണ പണികൾ തുടങ്ങി. ഇത് ഞാൻ കുടിക്കുന്ന ഒരു വെള്ളമാണ്. ഉലുവയും നമ്മുടെ കറുവാപ്പട്ടയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് രാവിലെ കാപ്പിക്ക് പകരം ഞാൻ അങ്ങനെ പല വെള്ളങ്ങളാണ് കുടിക്കുന്നത്. അപ്പോൾ അത് മീൻ ഓൾറെഡി ഐസ് വിടാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചാളയുണ്ട്, നമ്മുടെ കൊഴുവയുണ്ട്. അപ്പോൾ അത് രണ്ടും നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കണം. രാവിലെ 4:30 സമയം. ഇവിടെ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് മുളകും കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ചെറിയൊരു മാരിനേഷൻ ഉണ്ടാക്കി നന്നാക്കി കൊഴുവയൊക്കെ അതിലിട്ട് അങ്ങ് മുളക് പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ആ പണി അവിടെ ആദ്യം നടക്കുന്നതിനൊപ്പം തന്നെ ഇപ്പുറത്ത് കട്ടൻ കാപ്പി വയ്ക്കുന്നുണ്ട്. ഫ്ലാസ്കിലാക്കി വയ്ക്കും, മറ്റുള്ളവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലാസ്കിലാക്കി വെച്ച് അതേ ചൂട് തന്നെ നിന്നോളൂല്ലോ. പിന്നെ ഞാൻ അപ്പുറത്ത് നമ്മുടെ നാടൻ പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പേരി വയ്ക്കാനാണ്. പയറും കായിട്ടിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അരി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി വയ്ക്കാൻ പോവാണ്. നമ്മുടെ ചാളക്കറി, ഉലുവ പൊട്ടിച്ചു. പിന്നെ അതിനകത്തേക്ക് വറ്റിച്ച കറിയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായി മുളകും മല്ലിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുടപ്പുളി ഇട്ടു. പിന്നെ കുടപ്പുളിയിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നന്നായി കുറുകി വരാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമുണ്ട്. കഞ്ഞി വെള്ളമാണ് ഞാനിവിടെ വെള്ളത്തിന് പകരം പിന്നെ ചേർക്കുന്നത്, ചൂടുവെള്ളത്തിന് പകരം. കഞ്ഞി വെള്ളം ഫ്രഷ് ആയിട്ടുള്ള നല്ല ചോറൂറ്റിയ അപ്പം തന്നെ ചോറൂറ്റിയതാണ്. ആ കഞ്ഞി വെള്ളം ഒഴിച്ച് നന്നായി കുറുകി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മത്തി ഇട്ട് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ ബാക്കി പണികൾ നടക്കുന്നുണ്ട്. അലക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ കൂട്ടാൻ ഇവിടെ നന്നായി നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഉപ്പേരി തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചത്, കറിവേപ്പില, വറ്റൽമുളക്, അതായത് നമ്മുടെ കുത്തുമുളക്, അതും കൂടി ഇട്ട് വേവിച്ച് കുക്കറിലൊരൊറ്റ വിസിലടിച്ച് വെച്ചിരിക്കുന്ന കായും പയറും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഉപ്പേരി, മീൻകറി, മീൻ വറുക്കാനുള്ള മുളക് പറ്റിയത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഇവിടെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല കേട്ടോ. പിന്നെ ജോഷുവിൻ്റെ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അവന് ഞാൻ എന്തെങ്കിലും ജ്യൂസ് ഞാൻ ജോലിക്ക് പോണേക്ക് മുമ്പ് അടിച്ച് വെച്ചിട്ട് പോവും, അല്ലെങ്കിൽ അവൻ വെള്ളം കുടിക്കൽ കുറവാണ്. അപ്പോൾ ഞാൻ വാട്ടർ മെലനാണ് ഇന്ന് അടിക്കുന്നത്. പേരിനൊരു ശർക്കര മധുരം ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കുന്നതാണ്. ഞാൻ സ്ട്രെയിൻ ചെയ്യാറുമില്ല കേട്ടോ. അവൻ അങ്ങനെ കുടിക്കും, അല്ലെങ്കിൽ അത് സ്ട്രെയിൻ ചെയ്തെടുത്ത പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ. അലക്കിയ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, ഡ്രയറിലിട്ടിട്ടുണ്ട്. ഞാനിത് മുകളിൽ നമ്മളെ കൊണ്ടിടാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി സമയം. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് രാവിലെ കുർബാനയ്ക്ക് പോകണ്ട, വൈകുന്നേരമാണ് കുർബാന. അപ്പോൾ ഈ കാണുന്ന പൂക്കളൊക്കെ മദറിലോ ചെയ്യുന്നതാണ് കേട്ടോ, ഗാർഡനിങ്ങൊക്കെ. ഞാൻ മുകളിൽ കയറിയപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. കറ്റാർവാഴയൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗത്തേക്ക് പോകാറില്ല, കാരണം എനിക്ക് അല്ലാതെ തന്നെ വീട്ടിലെ ജോലികളുണ്ട്, കോളേജിലെ ജോലികളുണ്ട്, മോനെ നോക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്കിനി ഗാർഡനിങ്ങിനൊന്നും സമയമില്ല. ഞാൻ മുകളിൽ കയറിയപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങളൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. രാവിലെ നേരം പരപരാ വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ തുണികളൊക്കെ അയലിട്ടു. എല്ലാ തുണികളും ഇട്ട് കഴിഞ്ഞു. ഒരാൾ പോലും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. രാവിലെ 6 മണി 6:15 ആ സമയം കേട്ടോ, 6:10 സമയം. ഇനി ഞാൻ ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള സ്വീറ്റ് കോൺ പുഴുങ്ങിയെടുക്കുകയാണ്. മോനും കൊടുക്കും. അതിനിടയിലൊന്ന് മോപ്പ് ചെയ്തെടുത്തു, അടിച്ചു വാരി മോനെ എണീപ്പിച്ച് കുളിപ്പിക്കാനുള്ള പരിപാടി. ഗുഡ് മോർണിംഗ്. എണീറ്റേ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറയേ. ജോഷു കുളിച്ചു, പല്ല് തേച്ചു ഇല്ലേ ജോഷോ? പല്ല് തേച്ചില്ലേ? ഈ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. ക്ലീനായി. ജോഷു കുളിച്ചു. ഇനി നല്ല ഉടുപ്പിടാൻ പോവാണ് അല്ലേ? എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഉള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഡ്രസ് ചേഞ്ച് ചെയ്ത് കോളേജിൽ പോകുന്നൊക്കെയാണ്. അപ്പോൾ ഇനിയുള്ള വ്ളോഗുകളായി നമുക്ക് പിന്നീട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.